ലോക കോടതിയെ മാനിക്കാതെ ഇസ്രയേൽ. ഗാസയിലെ സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രയേലിന് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് വന്നത് പലസ്തീനെ സംബന്ധിച്ച് വളരെ ആശ്വാസമാണ്. ഇതാദ്യമായല്ല അന്താരാഷ്ട്ര കോടതി ഇസ്രയേൽ ഗാസ യുദ്ധത്തിന്മേൽ വിധി പറയുന്നത്. വിധി വന്നു കഴിഞ്ഞു. ഇനി എന്താകും പലസ്തീനിന്റെ ഭാവി എന്നത് നിർണായകമാണ്. കാരണം ലോക കോടതിയുടെ വാക്കല്ല ഗാസയ്ക്ക് വേണ്ടത്, മറിച്ച് സമാധാനത്തിനായുള്ള പ്രതിവിധിയാണ്. ഇപ്പോൾ ഇസ്രായേലിന് വന്നിരിക്കുന്ന അന്ത്യശാസനം എത്രത്തോളം മാനിക്കുമെന്നതും ചോദ്യചിഹ്നമാണ്. ഇസ്രായേൽ ലോകത്തെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാം ഇസ്രായേൽ നിയമത്തിന് മുകളിലാണെന്ന മട്ടിലാണ് നെതന്യാഹു പ്രവർത്തിക്കുന്നത്. കാരണം US ഭരണകൂടം അതിനെ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ 4 തവണ കുടിയിറക്കപ്പെട്ട പലസ്തീനിയായ ഷെബാൻ അബ്ദുള്ളാണ് ഇക്കാര്യം പറയുന്നത്. ഇസ്രായേലിന്റെ കൈകളിലെ നമ്മുടെ കശാപ്പ് തടയാൻ ലോകം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം ആദ്യം റാഫേൽ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് പോരാളികളെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു. ലോക കോടതിക്ക് അതിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ മാർഗമില്ല. ബന്ദികളാക്കിയവരെ തിരിച്ചയക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഹമാസിനെതിരെ ഇസ്രായേൽ ന്യായവും അനിവാര്യവുമായ യുദ്ധം തുടരുമെന്ന് ഇസ്രായേലി യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് പറയുന്നു. ഒക്ടോബർ 7 ഹമാസ് ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ 1200ഓളം പേരെ കൊല്ലുകയും 250ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ 35,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ അധികൃതർ അറിയിച്ചു. ഇത് എൻക്ലേവിന്റെ ഭൂരിഭാഗവും ഇല്ലാതാക്കി. ഗാസ യുദ്ധത്തിൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തുന്നുവെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം തള്ളിയ ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനാണ് ഹമാസിനെതിരെ പോരാടുന്നതെന്ന് വാദിച്ചു. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ റാഫ അതിർത്തി തുറക്കാനും ഉത്തരവിൽ പറയുന്നു. ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടു. അതേസമയം കോടതി നിർദ്ദേശം ഇസ്രായേൽ തള്ളി. ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് പോരാളികൾക്കെതിരായ സ്വയരക്ഷയുടെ പ്രവർത്തനങ്ങളാണെന്ന് ഇസ്രായേൽ വാദിച്ചു. പലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് ലോക കോടതി നടപടിയെടുത്തത്. ഈ വർഷം 3ാമത്തെ തവണയാണ് ഗാസയിലെ മരണങ്ങളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കാനായി 15-അംഗ പാനൽ ഉത്തരവിടുന്നത്. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിലെ റാഫ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. മെയ് 6 ഇസ്രായേൽ സൈന്യം തീവ്രമായ ആക്രമണം നടത്തിയതിനു ശേഷവും 10,000-കണക്കിന് ആളുകളാണ് റഫയിൽ തുടരുന്നത്. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 35,562 പേർ കൊല്ലപ്പെട്ടു. 79,682 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ മാസം ഗാസയുടെ വടക്കൻ തെക്കറ്റങ്ങളിൽ ഒരേ സമയം ഇസ്രായേൽ ആക്രമണം നടത്തിയത് ലക്ഷക്കണക്കിന് പലസ്തീനികളുടെ പുതിയ പലായനത്തിനും കാരണമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.